ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 2.5 hours ആണ് എക്സാം ടൈം എന്ന് പറയുന്നത്. ഇതിൽ ആൻസർ അറ്റ്ലീസ്റ്റ് 10 ക്വസ്റ്റ്യൻസ്, ഇവിടെ മിനിമം 10 ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാം, പക്ഷേ എന്നാലും ഓവറോൾ സീലിംഗ് 30 ആണുള്ളത്. അതായത് ടോട്ടൽ 30 മാർക്സാണ് നമുക്കിവിടെ അവൈലബിൾ ആവുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനെക്കാട്ടിലും കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. സീലിങ്ങോട് കൂടിയത് ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇതിലും നമുക്ക് ചെയ്യാം, മിനിമം 10 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ദ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് യൂസ്ഡ് ഫോർ ബിസിനസ് ഡിസിഷൻ. ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ് വന്നിരിക്കുന്നത്. ബിസിനസ് ഡിസിഷനിൽ എന്തൊക്കെ തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യാനെന്നുള്ളതാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ക്യൂട്ടിയുടെ ബന്ധപ്പെട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ. ആദ്യത്തെ ഒരേ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേൽ കോറിലേഷൻ അനാലിസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അപ്പോൾ കോറിലേഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ പ്രാധാന്യം എവിടെയൊക്കെയാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. മൂന്നാമത്തെ പോയിന്റിൽ വിച്ച് ആർ ദ ഗ്രാഫിക് മെത്തേഡ് ഓഫ് അസർട്ടൈനിങ് കോറിലേഷൻ. കോറിലേഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കറക്റ്റ് ഡിക്റ്റോ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരുന്നു. രണ്ടാമത്തെ കോറിലേഷന് 2 ക്വസ്റ്റ്യൻസ് അതേ ഓർഡറിൽ തന്നെ ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. കോറിലേഷന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് റിഗ്രഷനിലെ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതേപോലെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് അതായത് y ഓൺ എക്സും എക്സ് ഓൺ y ആണ് കോഎഫിഷ്യൻസ്, അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അതേപോലെ തന്നെ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിനെ കുറിച്ച്, റിഗ്രഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഒരു മെത്തേഡാണ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിഗ്രഷന് 2 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ സീസണൽ വേരിയേഷൻസ്. സീസണൽ വേരിയേഷൻ നമുക്ക് ടൈം സീരീസ് അനാലിസിസ് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് സൈക്ലിക്കൽ വേരിയേഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പായിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ സൈക്ലിക്കലും സീസണലും എന്തായാലും പഠിക്കുക. അടുത്ത 2 മെത്തേഡും കൂടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഏഴാമത്തേൽ വിച്ച് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ സ്റ്റഡിങ് ദ ട്രെൻഡ് കോമ്പോണൻസ് ഇൻ ടൈം സീരീസ്. ടൈം സീരീസിൽ ട്രെൻഡ് കോമ്പോണൻസ് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം സീരീസിന് 2 ക്വസ്റ്റ്യൻ ഇവിടെ ഓൾറെഡി വന്നു. കോറിലേഷൻ 2 ക്വസ്റ്റ്യൻ, റിഗ്രഷൻ 2 ക്വസ്റ്റ്യൻ, ടൈം സീരീസ് 2. നെക്സ്റ്റ് ഇൻഡെക്സ് നമ്പർ എന്നാണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ടായിരുന്നത്. എന്താണ് ഇതിൻ്റെ യൂസസ് എന്നുള്ളതും അതേപോലെ തന്നെ ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജും ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് മെൻറ്റ് ബൈ ഡിഫറൻസ് ഓഫ് 2 സെറ്റ്. അപ്പോൾ സെറ്റ് എന്നുള്ള തിയറി പാർട്ടിന്ന് കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് എന്താണെന്നുള്ളതും അതിലത്തെ ഒരു എക്സോസ്റ്റീവ് ഇവൻറ്റ് എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ സെറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് ഓഫ് 2 സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് A-B എന്ന് കാണിക്കുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് റാൻഡം എക്സ്പെരിമെൻറ്റ്. പ്രോബബിലിറ്റിയിലേക്ക് വന്നു. എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ പറഞ്ഞു 18 പോയിൻ്റ് അവിടെ പഠിക്കാനുണ്ട്. അതിലത്തെ ഒരു പോയിൻ്റ് ആയിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈക്വലി. അതിലാണ് എക്സോസ്റ്റീവ് ഈവൻറ്റ് ചോദിച്ചു. ഇവിടെ ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ് ആണ് ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്നൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം ആ ഒരു പോയിൻ്റിൽ നിന്ന്. പിന്നെ വെൻ ഡയഗ്രം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചോദിച്ചാൽ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു 4-5 പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അതിൻ്റെ P എന്ന് പറയുന്നത് 0 to 1 മുതലായിരിക്കും. 2 ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റുകളായിരിക്കും. അവിടെ 2 തരത്തിലുള്ള ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ബൈനോമിയൽ എന്നുള്ള ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ വിച്ച് ആർ ദ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് വേർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി യൂസ്ഡ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങൾക്കാന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പോയിസോണിൻ്റെ കാര്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചാപ്റ്റർ വൈസ് തന്നെ ഒന്നും വിടാതെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഇപ്പോൾ തൽക്കാലം കണ്ടിട്ടില്ല. ബാക്കി എല്ലാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. കറക്റ്റ് ഇതേ ഒരു ഓർഡറിൽ തന്നെയായിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ, കോറിലേഷൻ 2, റിഗ്രഷൻ 2, ടൈം സീരീസിന് 2, ഇൻഡെക്സ് നമ്പർ എന്ന് ചോദിച്ചു, സെറ്റ് എന്ന് ചോദിച്ചു, അതേപോലെ പ്രോബബിലിറ്റിയിൽ ചോദിച്ചു, പിന്നെ
ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചു, പോയിസണും ചോദിച്ചു. നോർമൽ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴും ആദ്യത്തെ സെക്ഷനിൽ ഒരു 20 to 25 മാർക്സ് വരെ നമ്മളവിടെ സ്കോർ ചെയ്യാൻ റെഡി ആയിട്ട് പോകുക എന്നുള്ളതേ നമുക്കവിടെ ചെയ്യാനുള്ളൂ. ബാക്കി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകുമ്പം തിയറി ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സെയിം തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫങ്ഷൻസ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചോളാം. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. കഴിഞ്ഞതും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, കോറിലേഷൻ എന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യനിൽ ഫോളോയിങ് ഡാറ്റ റിലേറ്റ്സ് ടു മാർക്സ് ഇൻ അക്കൗണ്ട്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് BCom ഓണേഴ്സ് ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഇയർ ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, ഈ 3 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് 2 റിഗ്രഷൻ ഇക്വേഷനും അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് മാർക്സ് ഇഫ് മാർക്സ് സെക്യൂർഡ് ബൈ എ സ്റ്റുഡൻറ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ 40, ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് 40 മാർക്ക് കിട്ടുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് മാർക്സ് എത്രയായിരുന്നു എന്നുള്ളതാണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. റിഗ്രഷൻ ഇക്വേഷൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, y on xും x on yയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അപ്പോൾ റിഗ്രഷൻ ഒരു ക്വസ്റ്റനായി, കോറിലേഷൻ ഒരു ക്വസ്റ്റനായി. 19ാമത്തെ ക്വസ്റ്റ്യൻ സെയിം, കഴിഞ്ഞ പ്രാവശ്യം 5 ഇയർലി മൂവിങ് ആവറേജ് ആയിരുന്നു, ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4 ഇയർലി മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ 2 വട്ടം മൂവിങ് ആവറേജ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ച് വയ്ക്കുക, ചിലപ്പോൾ ഇപ്രാവശ്യം ചോദിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ എന്തായാലും മൂവിങ് ആവറേജ് ഒന്ന് പഠിച്ചോളൂ, 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആയതുകൊണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ കമ്പ്യൂട്ട് ദ പ്രൈസ് ഇൻഡെക്സ് ആസ് പെർ ദ ഫോളോയിങ് മെത്തേഡ്സ്, ലാസ്റ്റ് പേയേഴ്സും പാസ്റ്റ് ചേസും കാണാനാണ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 4 ഐറ്റം തന്നിട്ടുള്ളൂ, P0, Q0, P1, Q1 തന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് പെയറുടെ ഇക്വേഷനും പാസ്റ്റയുടെ ഇക്വേഷനും, ഇതാണ് ഇൻഡെക്സ് നമ്പർ എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. കോറിലേഷൻ വന്നു, റിഗ്രഷൻ വന്നു, ടൈം സീരീസ് എന്ന് വന്നു, അതേപോലെ തന്നെ ഇപ്പോൾ ചോദിച്ച ഇൻഡെക്സ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തിയറി ആയിട്ട് വന്നിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സെറ്റ്സ്, ഏതൊക്കെയാണ് പലതരത്തിലുള്ള സെറ്റുകൾ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ സെറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഇതേപോലെ 21ാമത്തെ ക്വസ്റ്റ്യനും അതിൽ നിന്ന് തന്നെയായിരുന്നു. 22ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രോബബിലിറ്റി എന്നായിരുന്നു. എ ബാഗ് കണ്ടെയ്ൻ 7 റെഡ്, 12 വൈറ്റ് ആൻഡ് 4 ഗ്രീൻ ബോൾസ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 3 balls drawn ആർ ഓൾ വൈറ്റ്. ആ 3 ബോളും എല്ലാം വൈറ്റ് ആവാനുള്ള ചാൻസ്. പിന്നെ 3 balls drawn ആർ 1 of each കളർ, ഓരോ കളറിനും ഓരോ ബോൾ വീതം, അങ്ങനെ 3 ബോൾ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു 22ാമത് നമുക്ക് വന്നിരുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ വന്നത്, 23ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് നോക്കുകയാണെങ്കിൽ പ്യുവർ തിയറി ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. ആകെ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ 3 ക്വസ്റ്റ്യൻ ആണ് തിയറി ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. അപ്പോൾ തിയറി പഠിക്കുകയാണെങ്കിലും നമുക്കവിടെ ഒരു 20 മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾക്ക് ഇവിടെ ഒരു 10 മാർക്ക് എഴുതിയാൽ 30 മാർക്ക് എങ്ങനെയും സ്കോർ ചെയ്യാം. അപ്പോൾ ജയിക്കുന്ന കാര്യം ഷുവർ ആയിട്ടുണ്ട്. ഇനി സെക്ഷൻ സിയിലേക്ക് വരികയാണെങ്കിൽ കോറിലേഷൻ ബിറ്റ്വീൻ ഏജ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് ഏജ് ഓഫ് വൈഫ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സും വൈയും ഇവിടെ തന്നിട്ടുണ്ട്, കോറിലേഷൻ കാണുകയാണ് വേണ്ടുള്ളൂ. നെക്സ്റ്റ്, ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് ടു ദ ഫോളോയിങ് ഡാറ്റ ടു എസ്റ്റിമേറ്റ് ദ ലൈക്ലി പ്രോഫിറ്റ് ഫോർ ദ 2012. ഓൾസോ കാൽക്കുലേറ്റ് ദ ട്രെൻഡ് വാല്യൂസ് ഇയർ 2003 to 9 തന്നിട്ടുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് സ്ട്രേറ്റ് ലൈൻ ട്രെൻഡാണ് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ. നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ കോറിലേഷനും ട്രെൻഡും വന്നു. 26ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി ആണ്. ഓഫീസർ is happy on 60% of your calls as you assign a probability of his being happy on your visit as 0.6 or 6/10. പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഹാപ്പി ആണ്, അതായത് യു നോട്ട് ദാറ്റ് യുവർ ഓഫീസർ ഈസ് ഹാപ്പി ഓൺ 60%. നമ്മുടെ ഒരു ഓഫീസർ 60% ഹാപ്പിയാണ്. ഹാപ്പി ആവാനുള്ളൊരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6/10 ആണ്. യു ഹാവ് നോട്ടീസ്ഡ് ഓൾസോ ദാറ്റ് ഇഫ് ഹി ഈസ് ഹാപ്പി
he accedes to your request with the probability of 0.4 and 4/10. Whereas if he is not happy, he accedes the request with the a probability of 0.1 or 1/10 ആണ്. അപ്പോൾ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 4/10 അല്ലെങ്കിൽ 1/10 മാത്രമേ ഉള്ളൂ. യു കോൾ വൺ ഡേ ആൻഡ് ഹി ആക്സീഡ്സ് ടു യുവർ റിക്വസ്റ്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹിസ് ബീയിങ് ഹാപ്പി? അപ്പോൾ അതിൽ നിന്ന് അയാൾ ഹാപ്പി ആയിരിക്കാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട്? അപ്പോൾ പ്രോബബിലിറ്റി എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വരുന്നത്. കാരണം 2 ഔട്ട്കം ആണല്ലോ, ഹാപ്പി നോട്ട് ഹാപ്പി. അപ്പോൾ ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഇക്വേഷൻ അവിടെ ചെയ്യേണ്ടത്. 27th ക്വസ്റ്റ്യനിൽ എ സിസ്റ്റമാറ്റിക് സാമ്പിൾ ഓഫ് 100 pages was taken from the dictionary and observed frequency distribution of foreign words as per the page was found to be as follows. Number of foreign words per page. ഒരു പേജിലുള്ള ഫോറിൻ വേർഡ്സിൻ്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി അപ്പോൾ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ഡയറക്റ്റായി ചോദിച്ചിരിക്കുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി യൂസിങ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചു. അപ്പോൾ ഒരു ബൈനോമിയലും പോയ്സോണും അതേപോലെ തന്നെ നമുക്കിവിടെ ചോദിച്ചിരിക്കുക കോറിലേഷനും പിന്നെ ട്രെൻഡ് വാല്യൂസ് ഫിറ്റ് ചെയ്യാനും. അപ്പോൾ എങ്ങനെ പോലും 2 essay കോറിലേഷനും ട്രെൻഡും വളരെ ഈസിയാണ്. അതല്ല നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ഈസി ആണെങ്കിൽ അതെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും നല്ല രീതിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു essay ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല എങ്ങനെ പോയി ഒരു കുട്ടിക്ക് 40 മാർക്ക് വരേക്ക്. നേരത്തെ പറഞ്ഞ റേഞ്ച് പ്രകാരം ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു തിയറി പാർട്ട് കംപ്ലീറ്റ് പഠിച്ച ഒരാളെ സംബന്ധിച്ചോളം 20 to 25 നെക്സ്റ്റ് തിയറി മാത്രം നോക്കിയ ഒരാൾക്ക് ഒരു 10-20 മാർക്ക് വരേക്കും പോവാം. പക്ഷേ എല്ലാ കോറിലേഷനും റിഗ്രഷനും ഇൻഡെക്സ് നമ്പറൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു പാർട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 20 മാർക്ക് അവിടെയും സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 20-25 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ജയിക്കാനുള്ള മാർക്ക് എങ്ങനെ പോലെ essayയിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെയും നമുക്കൊരു 10 മാർക്ക് കറക്റ്റാണെന്ന് വെച്ചാൽ ഫുള്ളായി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാർക്ക് കുറയുള്ളൂ അവിടെ. അപ്പോൾ ഒരു 50 മാർക്ക് അല്ലെങ്കിൽ ഒരു 40 to 50 ഉള്ളിലൊക്കെ ഒരു നോർമൽ റേഞ്ചിൽ എല്ലാവർക്കും വാങ്ങി പാസ്സാവാൻ പറ്റുന്ന പേപ്പർ തന്നെയാണ്. ഇതേ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടെ നോക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ QTയുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആളുകൾക്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് നന്നായി നോക്കുക കേട്ടോ. ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേരിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആ ഒരു നിങ്ങളുടെ റെസ്പോൺസ് വേർഡ്സായിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിൽ ഇത്ര മടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണെങ്കിലും അതിലൂടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ മാക്സിമം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.